ഫോട്ടോ എക്സ്ക്ലൂസീവ്. വർഗീയതയ്ക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് കാന്തപുരം AP വിഭാഗം നേതാവ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ജനാധിപത്യവും മൂല്യബോധവും സംരക്ഷിക്കുന്നവർക്കാകണം വോട്ട്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അണികളെ അറിയിക്കുമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ ബോധവും ഉയർത്തിപ്പിടിക്കാൻ സർവ്വജനങ്ങളും തയ്യാറാവണം. വോട്ട് നഷ്ടപ്പെടുത്തരുത്. അത് വർഗീയതക്കെതിരായി ജനാധിപത്യം സംരക്ഷിക്കുന്നവർക്ക്, മൂല്യബോധം ഉയർത്തിപ്പിടിക്കുന്നവർക്കായിരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഘടകകക്ഷിയോ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. അപ്പോൾ അത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായി ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങളത് അറിയിക്കും. അതാണ് ഞങ്ങളുടെ ശൈലി. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ കടലുണ്ടിയിൽ VD സതീശനുമായുള്ള കൂടിക്കാഴ്ച അത് നീണ്ടതാണ്. അതിനുശേഷമാണിപ്പോൾ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നും വർഗീയതയ്ക്കെതിരായ വോട്ടായിരിക്കണമെന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആർക്ക് വോട്ട് കുത്തണമെന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് സൂചനകൾ റഹീസ്? സ്മൃതി, നേരത്തെ മുബിഷർ പറഞ്ഞതുപോലെ കാലങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ LDFന് പൂർണ്ണമായും പിന്തുണ നൽകുന്ന ഒരു നിലപാട് കാന്തപുരം AP വിഭാഗം എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. അത് പരസ്യമായി പറയുന്ന ഒരു രീതി അടുത്ത കാലത്തായിട്ടില്ല. പകരം സംഘടനാ സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അണികളെ അറിയിക്കുന്നതാണ് ഒരു രീതി. പക്ഷേ അതിനു മുമ്പ് പരസ്യമായി LDFന് വേണ്ടി രംഗത്തിറങ്ങുന്ന കാലമുണ്ടായിരുന്നു. അങ്ങനെയാണ് മഞ്ചേരിയിൽ അന്ന് TK ഹംസ ജയിക്കുന്നത്. മണ്ണാർക്കാട് ഷംസുദ്ദീനെതിരെ പരസ്യമായി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് KT ജലീൽ മത്സരിക്കുന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി പരസ്യമായ നിലപാട് കാന്തപുരം AP വിഭാഗം എടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി അത്തരം ഒരു നിലപാടിലേക്ക് അവർ പോകുന്നില്ല. ഇത്തവണയും പാർട്ടി അവരുടെ സംഘടനയുടെ നിലപാട് ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് ഖലീൽ ബുഖാരി തങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ പറയുന്നില്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയതുപോലെ LDFന് മുഴുവനായി വോട്ട് കൊടുക്കുക എന്നൊരു രീതി ഇത്തവണ കാന്തപുരം AP അബൂബക്കർ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ചില മണ്ഡലങ്ങളിൽ UDFനെ കൂടി പിന്തുണയ്ക്കുന്ന നിലപാടുകൾ ഉണ്ടാകും എന്നതാണ്. അത് ലീഗുമായി എല്ലാ കാലത്തും ശത്രുതാപരമായ സമസ്ത പിളർന്ന് രണ്ട് സമസ്ത ആയ സമയത്ത് EK സമസ്തക്കൊപ്പം ലീഗ് നിന്നത് മുതൽ എതിർപ്പാളയത്തിൽ ആയിരുന്നു. അതാണ് അതിന്റെ ഒരു രാഷ്ട്രീയം കൂടി. പക്ഷേ ഈ അടുത്ത കാലത്തായി നേരത്തെ മുബിഷർ പറഞ്ഞ PK കുഞ്ഞാലിക്കുട്ടി, VD സതീശനൊക്കെ നിരന്തരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി നല്ല ബന്ധത്തിലാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് ഈ ഇലക്ഷനിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മതേതര വർഗീയതക്കെതിരെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് BJPക്കെതിരായ ഒരു നിലപാടാണ്. അതിലും ഒരു രാഷ്ട്രീയമുണ്ട്. ഈ അടുത്താണ് നരേന്ദ്രമോദിയെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും മകൻ ഹക്കീം അസ്ഹരിയും കണ്ടത്. അന്ന് മറ്റ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യരുത് എന്നതാണ് മറ്റൊരർത്ഥത്തിൽ വർഗീയതക്കെതിരായ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മറ്റ് മൂല്യം നോക്കി ജനാധിപത്യ അവകാശത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പൊരുൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.